ടൈപ്പ് ഓഫ് സദ്യപ്രേമികൾ. കയറി വരുന്ന വാക്കിനെ ഇല കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ അടുത്തിരിക്കുന്ന ആളുകളുടെ ഇലയും ആക്രമിക്കാറുണ്ട്. ഇക്കൂട്ടരെ ഒഴിവാക്കുക, ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുക. മനസമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അടുത്തത് ശാന്തശീലരായ സദ്യപ്രേമികളാണ്. ഇവർ ഭയങ്കര സൈക്കോകളാണ്. കാര്യം ഇവർ സൈലന്റ് ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നത് നമ്മൾ ആരും അറിയത്തില്ല. 3 തവണ 4 തവണയൊക്കെ ഇവർ ആഹാരം വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അതിന്റെ കൂടെ ഇവർ സൈലന്റ് ആയിട്ട് പാത്രവും കവറുകളും കൊണ്ടുവന്ന് ആരും അറിയാതെ ചോറും കറികളും കടത്താറുമുണ്ട്. ഇത്തരക്കാരെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. മാനഹാനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് നോൺ വെജ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറച്ച് ആൾക്കാർ. ഇറച്ചിയോ മീനോ ഉണ്ടോ എന്ന് മുൻകൂട്ടി തിരക്കിയതിന് ശേഷം മാത്രമേ ഇവർ സദ്യവട്ടത്തേക്ക് പോകാറുള്ളൂ. ചോറ് ചോടി ചോറോ ചോറ് ചോറ് കുറച്ച് മതി, കുറച്ചുകൂടി ഇട്ടോ. വേണ്ടായിരുന്നു. അതങ്ങനെ ദുരഭിമാനവും കൊണ്ട് നടക്കുന്ന കുറെ എണ്ണം. മധുരപ്രേമികൾ. ഇവർ പായസം കഴിക്കാൻ വേണ്ടി മാത്രമാണ് സദ്യാലയത്തിൽ പോകുന്നത്. മധുരം കഴിച്ച് മടുക്കുമ്പോൾ ഇവർ നാരങ്ങാച്ചാറ് കൂട്ടി മടുപ്പ് മാറ്റുമത്രേ. ഇനി കാണാൻ പോകുന്നതാണ് ധീരരായ സദ്യപ്രേമികൾ. മുന്നിലിരിക്കുന്നവൻ എന്ത് വിചാരിക്കുമെന്ന് ഓർക്കാതെ ഒരു ഉളുപ്പുമില്ലാതെ സദ്യയിലെ എത്ര പന്തി ചോറ് വന്നാലും അതും കഴിച്ച് പച്ചമോരും കഴിച്ച് ഇവര് പടിയിറങ്ങത്തോളൂ. എന്നെ പോലെ.